ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാൽപ്പൊരി റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ മാൽപ്പൊരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് അതിലേക്ക് 1.5 കപ്പിന് വെള്ളവും ചേർത്ത് പഞ്ചസാര മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കിയിട്ട് അങ്ങനെ അതിൻ്റെ പാനി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഏലക്കൻ്റെ സീഡ് എടുത്തിടുക കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി എടുക്കുക. ഈ സ്നാക്സ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറഞ്ഞ സാധനങ്ങളും മതി, നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മഞ്ഞ കളറാണല്ലോ അതുണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക അറിയുമോ, നമ്മൾ ഈ പാനിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരൻ്റെ സിറപ്പില്ലേ, അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ 1.5 കപ്പ് പഞ്ചസാരയല്ലേ എടുത്തത്, അതേപോലെ 1.5 കപ്പ് പൊടിയും ചേർത്ത് കൊടുക്കും. മൈദപ്പൊടിയാണ് കേട്ടോ. അത് അങ്ങനെ 1.5 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് 1.5 കപ്പ് വെള്ളം, 1.5 കപ്പ് പൊടി, ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. അളവ് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ, അതിൽ മാറ്റം വരുത്തരുത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം ഇടുമ്പോൾ നമ്മൾ നുള്ളു ഉപ്പിടില്ല, അതുപോലെ കേട്ടോ. പിന്നെ അത് ചുട്ടെടുക്കുകയാണ്. ഇങ്ങനെ ഇതുപോലെ വെള്ളം പരന്ന പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്കൊക്കെ അറിയുന്നതല്ലേ, അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു ബ്രൗൺ നിറം വായി തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ, തട്ടുകടയിലൊക്കെ ഉണ്ടാവുന്ന വിഭവം തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 10 രൂപ വെച്ചിട്ട് വാങ്ങുന്ന സാധനമല്ലേ, ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപാട് എണ്ണ ഉണ്ടാവും ചെയ്യും കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര എണ്ണ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിക്കുകയാണ് കേട്ടോ. പിന്നെ ഓട്ടുള്ള പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. എണ്ണ മുഴുവൻ പോയിട്ട് എടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.